ഏവർക്കും നമസ്കാരം. ശിവോഹം ദ മൈൻഡ് ഹീലറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സബ്സ്ക്രൈബറുടെ ആവശ്യപ്രകാരം ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നി. പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മാതാപിതാക്കളായിട്ടുള്ള നമ്മളിൽ എല്ലാവർക്കും നമ്മൾക്ക് എല്ലാവർക്കും ജീവിതത്തിലൊരു വലിയ സ്വപ്നമുണ്ടല്ലേ. നമ്മുടെ കുട്ടികളെ സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ വളരണം, അവരെ ഒരു ഉയർന്ന നിലയിലെത്തിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് സ്വപ്നങ്ങൾ നമുക്കുണ്ടാവും. പക്ഷേ ഇന്നത്തെ വേഗത്തിലുള്ള ഈ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കുട്ടികളായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നതാണ് കാണുന്നത്. കുട്ടികളും പാരൻസും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് സംഭവിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ നിങ്ങളുമായിട്ട് പാരൻറ്റിങ്ങിൻ്റെ ചില ഗോൾഡൻ റൂൾസും കൂടാതെ ADHD, ഓട്ടിസം പോലുള്ള ഡിസോർഡറുള്ള കുട്ടികളെ എങ്ങനെ മനസ്സിലാക്കാം, ഹോംവർക്ക് സമയത്തൊക്കെ അവരെ എങ്ങനെ സ്മൂത്താക്കി കൊണ്ടുപോകാം, ഇതെല്ലാം വേണ്ടിയിട്ട് പങ്കുവയ്ക്കുകയാണ് നിങ്ങളുമായിട്ട്. അപ്പോൾ കൂടാതെ നമ്മളൊരു 14 ദിവസത്തെ ഹാപ്പി പാരൻറ്റ് ഹാപ്പി ചൈൽഡ് വാട്സപ്പ് കോച്ചിങ് പ്രോഗ്രാം കൂടി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. എന്താണ് പാരൻറ്റിങ്? പാരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു കൺട്രോളിങ് അല്ല കേട്ടോ, ഒരു ഗൈഡിങ്, സപ്പോർട്ടിങ്, ഒരു ലവിങ് നേച്ചറാണ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് വേണ്ടത് ഒരിക്കലും ഒരു പെർഫെക്റ്റ് പാരൻസിനെ അല്ല, അതല്ല അവർ ആഗ്രഹിക്കുന്നത്. പ്രസൻറ്റ് പാരൻസാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്. അവരുടെ കൂടെ കളിക്കുന്ന, അവരെ മനസ്സിലാക്കുന്ന, അവർക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അച്ഛനെയും അമ്മയുമാണ് അവർക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ ഹാപ്പി പാരൻസ് ഹാപ്പി ചിൽഡ്രൻ എന്ന് പറയാറില്ലേ, അത് സത്യമാണ്. കാരണം പാരൻസ് ഹാപ്പി ആയാലേ കുട്ടികളെ ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ, കുഞ്ഞുങ്ങൾ ഹാപ്പി ആയാലേ പാരൻസ് ഹാപ്പി ആവുള്ളൂ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ കുട്ടികളുടെ മനസ്സിൽ സുരക്ഷിതത്വവും സ്നേഹവും വളർത്താൻ വേണ്ടിയിട്ട് മാതാപിതാക്കളുടെ സ്വഭാവവും ശൈലിയും പ്രധാനമാണ്. ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന, സ്ട്രെസ്സിലിരിക്കുന്ന ഒരു പാരൻറ്റിന് ഒരിക്കലും തൻ്റെ കുഞ്ഞിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനോ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ പറ്റില്ല. കുഞ്ഞുങ്ങളെ നമ്മളെ വിളിക്കുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വരും, ഫ്രസ്ട്രേഷൻ ഉണ്ടാവും അല്ലേ. നീ ഒന്ന് അങ്ങോട്ട് പോകും, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, അല്ലെങ്കിൽ എനിക്കിവിടെ വർക്കുണ്ട്, ഞാൻ ബിസിയാണ്, നീ എന്തെങ്കിലുമൊക്കെ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മൊബൈൽ കൊടുക്കും, അല്ലെങ്കിൽ TV കൊടുക്കും. ഒരു തരത്തിൽ മാറ്റി നിർത്തുന്ന പ്രവണതയാണെന്ന് കണ്ടുവരുന്നത്. എല്ലാവരും അല്ല കേട്ടോ, അത്തരത്തിലുള്ള ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നുമുണ്ട്. ഇതൊക്കെ ഓരോരോ ക്ലയൻസ് പങ്കുവെക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് നമുക്ക് ഗോൾഡൻ പാരൻറ്റിങ് റൂൾസ് എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ കുഞ്ഞുങ്ങളെ കേൾക്കുക എന്നുള്ളതാണ്. അതിനുശേഷം സംസാരിക്കുക. കുട്ടികൾ എന്താണ് പറയുന്നത്, അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമ്മളൊന്ന് കേൾക്കുക. കുട്ടികളെ കേൾക്കുന്ന സമയത്ത് അവർ വാല്യൂ ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ വരും, സ്നേഹിക്കപ്പെടുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ വരും. പിന്നെ ദിവസേന കുട്ടികളായിട്ടൊരു 10 മിനിറ്റെങ്കിലും ഒന്ന് നല്ല ടോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നുമല്ല, അവരുമായിട്ടൊന്ന് ഒരു ഫ്രണ്ട്ലി ടോക്ക്, നല്ല നല്ല സ്റ്റോറീസ്, കഥകളൊക്കെ പറഞ്ഞിരിക്കുക, ഇതൊക്കെ ചെയ്യാം. അവരുടെ കൂടെ കുറച്ച് നേരം ഒന്ന് ഫൺ ക്രിയേറ്റ് ചെയ്യുക. കൂടാതെ മൂന്നാമത്തേന്ന് പറയുന്നത് നിയന്ത്രിക്കാതെ വഴികാട്ടുക എന്നുള്ളതാണ്. ഭയം കൊണ്ടല്ല നമ്മൾ റെസ്പെക്റ്റ് നേടേണ്ടത്. പാരൻസ് എന്ന് പറയുമ്പോൾ അവർ ബഹുമാനിക്കപ്പെടേണ്ട ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ പണ്ടത്തെ റൂൾസ് വെച്ചിട്ട് പാരൻസിനെ നമ്മൾ ബഹുമാനിക്കണം. ഭയമാണ് കുഞ്ഞുങ്ങൾക്ക്, എന്തെങ്കിലും പറയാനുള്ള ഭയം. പക്ഷേ സ്നേഹത്തിൽ നമ്മളവരെ നയിച്ചു നോക്ക്, അവർ നമ്മളെ തീർച്ചയായിട്ടും സ്നേഹത്തോടെ റെസ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ പരിശ്രമത്തെ പ്രശംസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫലത്തിൽ മാത്രമല്ല, അവർക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടുമ്പോൾ മാത്രമല്ല നമ്മളവരെ പ്രശംസിക്കേണ്ടത്, അവരുടെ ശ്രമത്തിൽ കൂടി നമ്മളവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അഞ്ചാമത്തേന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മാതൃകയാകുക എന്നുള്ളതാണ്. കുട്ടികൾ നമ്മളെ കണ്ട് പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കുട്ടികളോടൊരു കാര്യം ചെയ്യരുതെന്ന് പറയും, നമ്മളിത് ചെയ്യുവാണെങ്കിൽ നമുക്ക് പിന്നെ കുഞ്ഞുങ്ങളോട് പറയാനുള്ള ഒരു വോയിസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ പ്രതിസന്ധികളിൽ ശാന്തമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളും പഠിക്കുക, പാരൻസും പഠിക്കുക, കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കണം. മാനസിക സുരക്ഷ നൽകുന്നുണ്ട് ഇത് കുഞ്ഞുങ്ങൾക്ക്. ഏഴാമത്തേത് നിബന്ധനകളില്ലാത്ത സ്നേഹം, അൺകണ്ടീഷണൽ ലവ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക, അത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നീ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് വാങ്ങിച്ചു തരാം. നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കണ്ടെന്നല്ല, പക്ഷേ എപ്പോഴും കണ്ടീഷൻ്റെ മേലെ മാത്രം നമ്മളവരെ സ്നേഹിക്കുന്ന ആൾക്കാരായിട്ട് പോവാതിരിക്കുക. ഇപ്പോഴത്തെ സമൂഹത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ കാര്യങ്ങൾ, ഒരുപാട് വീഡിയോസ്, ഇൻഫ്ലുവൻസേഴ്സൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ സ്ട്രെസ്സ്, പാരൻസിൻ്റെ സ്ട്രെസ്സ് കുഞ്ഞുങ്ങളെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ മിറർ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. ഇനിയുള്ളത് ADHD കുട്ടികളെ എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ADHD കുട്ടികൾ എന്ന് പറയുമ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും, അവർ ഇമ്പൾസീവ് ആയിരിക്കും.
അപ്പോൾ ഇവരെ അച്ചടക്കമില്ലാത്തവരെന്ന് സമൂഹം വിളിക്കും. നമ്മൾ കാണുന്നുണ്ടാവും മാർക്കറ്റിലൊക്കെ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും. അവർ അടങ്ങിയിരിക്കില്ല, ഒരുപാട് ഒച്ചയും ബഹളവും ഉണ്ടാക്കും. അപ്പം സൊസൈറ്റി അവരെ കാണുന്നത് പെരുമാറ്റ വൈകല്യമുള്ള ആൾക്കാരായിട്ടാണ്. അപ്പോൾ അവരുടെ പാരൻസിനാണ് അതിൻ്റെ പഴി കേൾക്കുന്നത്. അപ്പോൾ അവരുടെ എനർജി ഭയങ്കര ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. അവർക്ക് അടങ്ങിയിരിക്കാനേ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, അത് അവരുടെ പാരൻസ് വളർത്തിക്കൊണ്ടുവന്ന രീതിയോ പ്രശ്നങ്ങളോ അങ്ങനെ ആയതുകൊണ്ടല്ല. അപ്പോൾ ADHD എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരുപാട് സംസാരിക്കാനുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ അടുത്ത നാളുകളിലാണ് അത് കൂടുതലിപ്പോൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതൊരു വലിയ മാനസിക പ്രശ്നമോ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളോ ഒന്നുമല്ല. തീർച്ചയായിട്ടും നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ADHD എന്ന് പറയുമ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറാണ്. അതായത് ശ്രദ്ധക്കുറവും ഒരുപാട് ചലനശീലവുമുള്ള ഒരു ചെറിയൊരു ഡിസോർഡർ, കുഞ്ഞ് ഡിസോർഡറാണ്. നമുക്കതിനെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാം. അതിൽ ഫൺ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. അതായത് കുഞ്ഞുങ്ങളുടെ തലച്ചോറിൻ്റെ വളർച്ചയും പ്രവർത്തന രീതിയും ശ്രദ്ധ, സ്വയം നിയന്ത്രണം, പ്രവർത്തനത്തിൻ്റെ ആ ഒരു ചേഞ്ച്, ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ നമുക്ക് ബ്രെയിനിൽ. അപ്പോൾ അത് സാധാരണ നിലയിൽ നിന്നും വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കുഞ്ഞിനെ ഒരിക്കലും പാരൻസ് തെറ്റായി വളർത്തിയതുകൊണ്ടൊന്നുമല്ല അങ്ങനെ ഉണ്ടാവുന്നത് കേട്ടോ. നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ തന്നെ റിലേറ്റീവ്സൊക്കെ അങ്ങനെ പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും. അതൊരു അമ്മയെയും അച്ഛനെയും എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്നുള്ളത് സമൂഹം ചിന്തിക്കുന്നില്ല. ഈ അടുത്ത കാലത്ത് ഒരുപാട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് അവർക്ക് വളരെ ലേറ്റായിട്ടാണ് ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇത്തരം കുഞ്ഞുങ്ങളിൽ. അതായത് നമ്മൾ മറ്റു കുഞ്ഞുങ്ങളായിട്ട് അവരെ കമ്പയർ ചെയ്യാതിരിക്കുക. നിൻ്റെ കസിൻസ് അല്ലെങ്കിൽ നിൻ്റെ ഫ്രണ്ടിൻ്റെ മാർക്ക് നോക്കൂ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക കുഞ്ഞുങ്ങളെ. കാരണം അവരുടെ ഡെവലപ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഈസിലി സെൻസിറ്റീവ് ആയിരിക്കാം. അവർക്ക് ഫിയർ നന്നായിട്ട് ഉള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ചില കുഞ്ഞുങ്ങൾ റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കണം എന്ന് നിർബന്ധമില്ല, പക്ഷെ അവർ ഒരുപാട് ആങ്സൈറ്റി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അതൊരിക്കലും കുട്ടികളുടെ തെറ്റല്ല എന്നുള്ളത് പാരൻസ് കൂടി മനസ്സിലാക്കുക. മാതാപിതാക്കളുടെ തെറ്റുമല്ല. ശരിയായ ബോധവൽക്കരണം, സ്ഥിരമായിട്ടുള്ള ഒരു റുട്ടീൻ കൊണ്ടുവരാം, പോസിറ്റീവായിട്ടുള്ളൊരു ഒരു പിന്തുണ എന്നിവ കൊണ്ടൊക്കെ നമുക്ക് ഈ കുട്ടികൾക്ക് ജീവിതത്തിൻ്റെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഓട്ടിസം വരുന്നുണ്ട്. ഇപ്പോൾ ഗർഭകാലം മുതൽ അമ്മയുടെ മാനസിക സമ്മർദ്ദങ്ങൾ, സമൂഹത്തിലെ സമ്മർദ്ദങ്ങൾ, ഇതെല്ലാം അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് തന്നെ, ഗർഭപാത്രത്തിലിരിക്കുന്ന സമയത്ത് തന്നെ ആ കുഞ്ഞിൻ്റെ ബ്രെയിനിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ ഇത് പാരമ്പര്യമായിട്ട് പകർന്ന് വരുന്നുണ്ട്. അതായത് ഒരു പാരമ്പര്യമായിട്ട് ജനറ്റിക് ഡിസോർഡറായിട്ടൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾ ഭയങ്കരമായിട്ട് എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷൻസിലോട്ട് അകപ്പെടുന്നു. മാത്രമല്ല, കൂടാതെ നമ്മൾ കുഞ്ഞുങ്ങൾ മൊബൈൽ അധികമായിട്ട്, ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ മാത്രമല്ല കേട്ടോ, അല്ലാതെയും തന്നെ TV, മൊബൈൽ, വീഡിയോ ഗെയിം, ലൗഡ് എൻവയോൺമെൻറ്റ്, വീട്ടിലെ പാരൻസ് തമ്മിലുള്ള വഴക്കുകൾ, പ്രശ്നങ്ങൾ, ഇതെല്ലാം കുഞ്ഞിൻ്റെ മാനസികാവസ്ഥയെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അവർക്ക് ഫിയർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അവരുടെ ബോഡി എപ്പോഴും ഒരു ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസിലായിരിക്കും ഉണ്ടാവാം. പിന്നെ സമൂഹത്തിലെ ആൾക്കാരുടെ ഇടപെടലുകൾ ഒരുപാടങ്ങ് കൺട്രോൾ ചെയ്യുക, ഒരുപാടങ്ങ് ഉപദേശിക്കുക, ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുപാടങ്ങ് ബാധിക്കുന്നുണ്ട്. പിന്നെ ADHD നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രവർത്തനത്തിൽ അത് ഞാൻ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു പ്രവർത്തനത്തിലും അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതിരിക്കും. ഹോംവർക്ക് ഇൻസ്ട്രക്ഷൻസ് അവർക്ക് വിട്ടുപോകാൻ, നോട്ടൊന്നും എഴുതാൻ പറ്റാതെ ക്ലാസ്സിൽ നിന്ന്. അപ്പം നമ്മൾ വീട്ടിൽ ചെന്നിട്ട് അവരെ അടിക്കും, വഴക്ക് പറയും, എന്താണ് നോട്ട് എഴുതാഞ്ഞത്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും കേട്ടോ. അവരുടെ സിറ്റുവേഷൻസ് കൂടി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അവർ പെട്ടെന്ന് സ്ഥിരമായിട്ട് ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് ഓടിക്കൊണ്ടേയിരിക്കും. ക്ലാസ്സിലിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയൊക്കെ പറഞ്ഞ് അവർ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും പൂർത്തിയാവുന്നതിന് മുന്നേ, നമ്മൾ പറയുന്നതിന് മുന്നേ അവർ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക. നമ്മളതിനെ ഇടപെട്ടിട്ട് വഴക്ക് പറഞ്ഞ് നിർത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കും. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. പിന്നെ പ്രോട്ടീൻ കുറവ്, ഫുഡിൻ്റെ വൈറ്റമിൻ ഡെഫിഷ്യൻസി, ഇതൊക്കെ കൊണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. എനിവേ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്താണ് പറഞ്ഞു വന്നത്, സന്തോഷമുള്ള മാതാപിതാക്കളുണ്ടെങ്കിൽ സന്തോഷമുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ അവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഓട്ടിസം കുട്ടികളെ നമുക്ക് എങ്ങനെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് നമ്മൾ കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ ഇൻട്രാക്ഷൻ,
ചാലഞ്ചസ് ഉണ്ടായിരിക്കും. അവർക്ക് സ്റ്റേജ് ഫിയർ, ആങ്സൈറ്റി, ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടാവും കേട്ടോ. ഓട്ടിസം എന്ന് പറയുമ്പോൾ നമ്മളത് കാണുന്ന രീതിയിൽ, അതായത് നമ്മൾ കണ്ട് മനസ്സിലാക്കാനൊന്നും പറ്റില്ല കുഞ്ഞുങ്ങളെ. ചില കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കാണുമ്പോൾ അവർക്ക് അവരെ മനസ്സിലാക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ ഒരുപാട് സംസാരിച്ച് കഴിയുമ്പോഴൊക്കെ ആയിരിക്കും. ഇപ്പം അത്തരത്തിലുള്ള ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയുള്ള തെറാപ്പീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള റൂട്ടീൻ, ക്ലിയർ ഇൻസ്ട്രക്ഷൻസ്, വിഷ്വൽ എയ്ഡ്സ് ഇതൊക്കെ കൊടുത്തിട്ട് അവരെ പഠനത്തിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് തിരികെ കൊണ്ടുവരാം. അവർക്ക് നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അവരുടെ സ്മോൾ അച്ചീവ്മെൻറ്റ്സ് ആഘോഷിക്കുക, ഇതെല്ലാം ചെയ്ത് നമുക്ക് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുവരാം. ഇത് ADHD, ഓട്ടിസം മാത്രമല്ല കേട്ടോ, എല്ലാ തരത്തിലുള്ള കുഞ്ഞുങ്ങളെയും അവരുടെ പഠന വൈകല്യങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒരുപാടങ്ങ് സ്ട്രിക്റ്റായിട്ട് കൊണ്ടുപോകുന്നത് ഇഷ്ടപ്പെടില്ല കേട്ടോ. നമ്മൾ സ്നേഹത്തോടെ, അല്ലെങ്കിൽ അവർക്ക് ഫൺ ക്രിയേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവരുടെ രീതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് അല്ല ആവശ്യം. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അവർക്ക് ഡിസിപ്ലിനേക്കാൾ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സപ്പോർട്ടീവ് ആയിട്ടുള്ള പാരൻസിനെയാണ് ആവശ്യം. ലവ്, സ്ട്രക്ചർ, പേഷ്യൻസ് ഇവയെല്ലാം അവരുടെ വളർച്ചയ്ക്ക് ഓരോരോ കുഞ്ഞുങ്ങളും ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തരുടെയും സ്വഭാവ രീതികൾ വ്യത്യാസമായിരിക്കും. ചില കുഞ്ഞുങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇരുന്ന് പഠിക്കും, ചില കുഞ്ഞുങ്ങൾ നടന്ന് പഠിക്കും, ചില കുഞ്ഞുങ്ങൾ പാട്ട് രൂപത്തിലാക്കിയിട്ട് പഠിക്കും. നമ്മളൊക്കെ കുഞ്ഞുനാളിൽ ചെയ്തിട്ടില്ലേ? നമ്മൾ സ്കൂളിലൊക്കെ പോയ സമയത്ത് ചിലർക്ക് നടന്നുകൊണ്ട് പഠിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് കിടന്നുകൊണ്ട് പഠിക്കാനായിരിക്കും ഇഷ്ടം. അങ്ങനെ ഡിഫറെൻ്റ് ആണ് ഓരോരുത്തരും. അപ്പോൾ ഓരോരുത്തരുടെയും രീതികൾ മനസ്സിലാക്കി അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കവരെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ചില കുഞ്ഞുങ്ങൾ ബൈ ഹാർട്ട് ചെയ്യും, ചില കുഞ്ഞുങ്ങൾക്ക് അത് പറ്റില്ല, മനസ്സിലാക്കി പഠിക്കുകയായിരിക്കും അവരുടെ ഇഷ്ടം, അല്ലേ? അപ്പോൾ നമ്മളങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനെ മാറ്റിയെടുക്കാനും നല്ല രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനും സാധിക്കും. പിന്നെ ചില കുഞ്ഞുങ്ങൾ ഐ കോണ്ടാക്റ്റ് കുറവായിരിക്കും. മറ്റുള്ളവരുടെ ബോഡി ലാംഗ്വേജ്, ഓരോരുത്തർ കുട്ടികളുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ സ്ട്രെസ്സിലാണോ മുന്നോട്ട് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഒരേ പ്രവൃത്തി തന്നെ ഒരു കുഞ്ഞ് പലതവണ ചെയ്യുക, ചില റൂട്ടീൻസ് സ്റ്റിക്ക് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതായത് ഒരു അമ്മ കുട്ടിയെ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് തന്നെ ഇത് രൂപപ്പെട്ട് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ ടൈമിൽ തന്നെ കൂടാതെ ഗർഭകാലം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ആദ്യത്തെ ഉത്തരവാദിത്തമാണ് കേട്ടോ. അമ്മയുടെ ശാരീരിക മാനസിക ആരോഗ്യം, സന്തോഷം കുട്ടിയുടെ ബ്രെയിൻ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റിനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ അമ്മയ്ക്കുള്ള ബാലൻസ്ഡ് ഡയറ്റ്, റെഗുലർ ചെക്കപ്സ്, പോസിറ്റീവ് എൻവയോൺമെൻറ്റ്സ്, സ്ട്രെസ്സ് കുറയ്ക്കൽ, ഇതെല്ലാം വളരെ പ്രധാനമാണ്. മാതാപിതാക്കളുടെ ബോണ്ടിങ് ഈ സമയത്ത് തന്നെ കുട്ടിയുടെ ഇമോഷണൽ സേഫ്റ്റിയുടെ അടിസ്ഥാനം ഉണ്ടാക്കും. അതായത് പാരൻസ് തമ്മിലുള്ള കലഹം, കാര്യങ്ങൾ, അമ്മയുടെ സ്ട്രെസ്, ഇതെല്ലാം നമ്മുടെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ ജനനത്തിന് ശേഷം ആദ്യത്തെ ആ ഒരു ബന്ധം, സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ്, ബ്രസ്റ്റ് ഫീഡിങ്, ബോണ്ടിങ്, ഇമ്മ്യൂണിറ്റി, ഇമോഷണൽ കംഫർട്ട്, ഇതെല്ലാം നൽകുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക്. അതായത് സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് എപ്പോഴും കുട്ടികൾക്ക് കംഫർട്ട് നൽകും. പിന്നെ ശാന്തമായിട്ടുള്ള ശബ്ദത്തിൽ കുഞ്ഞുങ്ങളോട് സംസാരിക്കാം. ഒരുപാട് അങ്ങ് ഒച്ചയെടുത്ത് സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പേടിയുണ്ടാവും. കുട്ടിയുടെ കണ്ണിൽ വാത്സല്യത്തോടെ നോക്കിക്കൊണ്ട് സംസാരിക്കുന്നത് കുട്ടികൾക്ക് ട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഒരു 0 to 5 ഇയേഴ്സ് വരെ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റേജാണ്. അപ്പോൾ ആ സമയത്ത് കുഞ്ഞുങ്ങൾ കരഞ്ഞിട്ടാണ് അവരുടെ നീഡ്സ് സാധിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ സമയത്താണ് അവർ പാൽ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ കരഞ്ഞിട്ടാണ് അവരുടെ ആവശ്യം പറയുന്നത്. ആ സമയത്ത് അവർ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നതാണ്, ആക്ച്വലി വിശന്നിട്ടല്ല. അമ്മയുടെ, അച്ഛൻ്റെ അല്ലെങ്കിൽ അവരുടെ പ്രസൻസിന് വേണ്ടിയിട്ടാണ് കുഞ്ഞ് താല്പര്യപ്പെടുന്നത്. ഇപ്പോൾ നോ പറയുന്നതിന് പകരം, പിന്നെ വളർന്നു വരുന്ന കുട്ടികളോടായാലും നോ പറയുന്നതിന് പകരം ഡിസ്ട്രാക്ഷൻസ് മെത്തേഡ് ഉപയോഗിക്കുക. അതായത് അവർക്ക് എന്തുകൊണ്ടാണ് നോ പറഞ്ഞതെന്ന് അവർക്ക് വേദനിക്കാത്ത രീതിയിൽ അവരുടെ അടുത്ത് നോ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നുള്ള 6 to 12 ഇയേഴ്സ് ലേണിംഗ് ആൻഡ് സോഷ്യൽ സ്റ്റേജാണ് നമുക്ക് വരുന്നത്. അപ്പോൾ കുട്ടികളുടെ ഹോംവർക്ക്, സ്റ്റഡി സ്കിൽസ് പതിയെ അവർ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അവരെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. റൂട്ടീൻസ്, ബൗണ്ടറീസ്, പോസിറ്റീവ് ഡിസിപ്ലിൻ, ഇതെല്ലാം ഈ പ്രായത്തിലാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. പിന്നീട് ഓക്കെ, അപ്പോൾ കുഞ്ഞുങ്ങളിപ്പോൾ ഒരുപാട് മൊബൈൽ അഡിക്റ്റഡ് ആണ്. എല്ലാവരുടെയും പരാതി, കൗൺസിലിങ്ങിന് വരുന്ന എല്ലാ പാരൻസിൻ്റെയും പരാതി, കുഞ്ഞുങ്ങൾ മൊബൈൽ അഡിക്റ്റായി പോകുന്നു, ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്ത് മാത്രമല്ല, ഒരുപാട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തായാലും അങ്ങനെ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിട്ടാണ് ചെല്ലുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എനിവേ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ആദ്യം കുഞ്ഞുങ്ങൾക്കല്ല കൗൺസിലിംഗ് നൽകേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ പാരൻസിനാണ്
കോച്ചിങ്ങും കൗൺസിലിങ്ങും ഒക്കെ ആവശ്യം. ഇപ്പോൾ പാരൻസാണ് കുഞ്ഞുങ്ങളെ ഡയറക്റ്റ്ലി സ്വാധീനിക്കുന്ന ആൾക്കാർ. അപ്പോൾ തീർച്ചയായിട്ടും പാരൻസ് മാറുന്നത് വഴി കുട്ടികൾക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ സോഷ്യൽ മീഡിയ ഒരുപാട് ഇപ്പോൾ സ്വാധീനിച്ചു വരുന്നൊരു സമയമാണ്. അപ്പം പാരൻസും സോഷ്യൽ മീഡിയയുടെ അണ്ടറിൽ തന്നെയാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കുട്ടികളുടെ സെൽഫ് വർത്ത് കുറയ്ക്കുന്നുണ്ട്, ശ്രദ്ധ കുറയ്ക്കുന്നുണ്ട്, അവർ ലോ സെൽഫ് എസ്റ്റീമുള്ള ആൾക്കാരായിട്ട് മാറുന്നു, ആങ്സൈറ്റി ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതൊക്കെ പാരൻസ് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് വളർത്തിക്കൊണ്ടുവരാം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു 14 ഡേയ്സ് ഹാപ്പി പാരൻറ്റ് ഹാപ്പി ചൈൽഡ് പ്രോഗ്രാമിൽ സംസാരിക്കാനുള്ളത്. വാട്സപ്പ് ഗ്രൂപ്പ് കോച്ചിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന പാരൻസിന് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രീ ടൈമിൽ ഇരുന്ന് കേൾക്കാം, കാര്യങ്ങൾ ചെയ്യാം, കുട്ടികൾക്ക് വേണ്ട കെയറിങ് സപ്പോർട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇത് സഹായിക്കുന്നതാണ്. ഓക്കെ, എനിവേ താല്പര്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇത് സംബന്ധിച്ചിട്ട് കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.